1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. പനമരത്തിന് ശേഷം ചുങ്കത്രയോ? തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ കൂടുതൽ പഞ്ചായത്തുകളിൽ ഭരണം ലക്ഷ്യമിട്ട UDF. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ PV അൻവർ നടത്തിയ പ്രസ്താവനയാണ് ചുങ്കത്രയിൽ ഭരണമാറ്റമുണ്ടാകുമോ എന്ന ചർച്ച സജീവമാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF സമരപ്രചരണ ജാഥയിൽ അതിഥിയായി പ്രസംഗിക്കുമ്പോഴാണ് വയനാട് പനമരം പഞ്ചായത്തിൽ LDF ഭരണം തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ അവസാനിപ്പിച്ച് UDFന് സമ്മാനിച്ചതായി അൻവർ പറഞ്ഞത്. ഇത്തരത്തിലൊരു സമ്മാനം നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും വൈകാതെ ഉണ്ടാകുമെന്ന് അൻവർ വാക്ക് നൽകിയതോടെയാണ് ചുങ്കത്രയിൽ ഭരണമാറ്റം ഉണ്ടാകുമോ എന്ന ചർച്ച സജീവമാകുന്നത്. നിലവിൽ 20 അംഗ ഭരണസമിതിയാണ് ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിലുള്ളത്. LDFനും UDFനും 10 അംഗങ്ങൾ വീതമാണുള്ളത്. അതിനാൽ തന്നെ ഒരംഗം രാജിവെക്കുകയോ മറുകണ്ഠം ചാടുകയോ ചെയ്താൽ LDFന് ഭരണം നഷ്ടമാകും. LDF ഭരണസമിതിയിലെ ഒരംഗം ഉടൻ തങ്ങളുടെ പക്ഷത്തേക്കെത്തും എന്ന സൂചനയും തൃണമൂൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഏകദേശം ധാരണയായതായും സൂചനയുണ്ട്. അൻവർ പച്ചക്കൊടി കാട്ടിയാൽ ഏതു സമയവും ചുങ്കത്രയിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ പറയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള ചരടുവലി തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം ശക്തമാക്കിയിട്ടുണ്ട്. തുല്യ അംഗബലമുള്ള ചുങ്കത്ര പഞ്ചായത്തിൽ നറുക്കെടുപ്പിൽ ആദ്യം ഭരണം ലഭിച്ചത് UDFനായിരുന്നു. കോൺഗ്രസിലെ വത്സമ്മ സെബാസ്റ്റ്യനായിരുന്നു പ്രസിഡന്റ്. എന്നാൽ PV അൻവർ നടത്തിയ രാഷ്ട്രീയ നീക്കത്തിൽ മുസ്ലിം ലീഗ് സ്വതന്ത്രാംഗം നജ്മുന്നീസയെ മറുകണ്ഠം ചാടിച്ച് ഭരണം LDFന് സമ്മാനിച്ചു. നജ്മുന്നീസ പ്രസിഡന്റുമായി. ഇവർ അയോഗ്യയാക്കപ്പെട്ടതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് നിലനിർത്തിയതോടെയാണ് ഇരുവരും ഒപ്പത്തിനൊപ്പമായത്. UDF ഭരണം അട്ടിമറിച്ച അതേ അൻവർ തന്നെ ഈ ഭരണം UDFന് തിരിച്ചേൽപ്പിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഭരണം നിലനിർത്താൻ LDFും തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. തന്റെ മണ്ഡലമായിരുന്ന നിലമ്പൂരിൽ നിന്ന് UDFന് ചെറിയ സമ്മാനം നൽകാൻ അൻവറും ഒരുങ്ങുമ്പോൾ ചുങ്കത്ര ഭരണമാറ്റവും സജീവ ചർച്ചയാവുകയാണ്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.